എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാണട്ടോ സാൻസിവേറിയ. സാൻസിവേറിയെ പറ്റി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, ഷോർട്ടല്ല. ഞാനിതിനു മുമ്പ് വിവരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇടുക കേട്ടോ, കുറച്ച് മാത്രമേ ഞാൻ ഇന്ന് ഇടുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മണി പ്ലാന്റും CC പ്ലാന്റ് എല്ലാം ഇട്ടില്ലേ. എയർ പ്യൂരിഫയർ ആണെന്ന് പറഞ്ഞു, ഗുഡ് ലക്ക് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു ചെടിയാണിത്. ഇത് ഡ്രൈ, അധികം വെള്ളമൊന്നും വേണ്ട. ബാത്റൂമിൽ വെക്കാൻ കൊള്ളില്ല കേട്ടോ, ബാക്കി എല്ലാ അകത്തൊക്കെ വെക്കാവുന്നതാണ്. ഞാൻ വേഗമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാം മറ്റു പ്ലാന്റുകളെ പോലെ തന്നെയാണ്. ഇതിൻ്റെ ലീവ്സാണ് അബ്സോർബ് ചെയ്യണ ടോക്സിനെല്ലാം, അതായത് വിഷമൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന, പോസിറ്റീവ് എനർജി തരുന്ന പ്ലാന്റാണ്. പിന്നെ പറയുന്നത് ധനത്തിൻ്റെ കാര്യവും പ്രോസ്പെരിറ്റിയുടെ കാര്യവും ഗുഡ് എനർജിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. പോസിറ്റീവ് എനർജിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. എനർജിയും ഗുഡ് ലക്കും പറയുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേക പേരുണ്ട്, മദർ ഇൻ ലോസ് ടങ്. അതുപോലെ തന്നെ ഇത് വാള് പോലെ ഇരിക്കുന്നത് കൊണ്ട് ആരുടെയോ വാള്, അതൊന്നും എനിക്ക് പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഒന്നും എനിക്ക് ഓർമ്മയിൽ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ആരുടെയോ ഒരു വാളിൻ്റെ പേര് പറയും, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇപ്പം പൊതുവെ അറിയാനുള്ളത് നല്ല ഒരു ചെടിയാണ്, നമുക്ക് വളർത്താവുന്നതാണ്, വളർത്താൻ എളുപ്പമാണ്, എളുപ്പമായിട്ട് വളർത്താൻ പറ്റിയതാണ്. പിന്നെ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇതിന് ദൂഷ്യഫലങ്ങളും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ആനിമൽസ് എല്ലാം പിടിക്കുക, പൂച്ച, പട്ടിയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അതുങ്ങൾക്ക് നല്ലതല്ല, അത് പോയിസണുണ്ട്. പിന്നെ ഇതിൽ ചില പോയിസണൊക്കെ ഉണ്ടെങ്കിലും ഒരു പോയിസൺ വേറൊരു അസുഖത്തിന് നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്, അതൊന്നും നമ്മൾ അധികമൊന്നും പറയുന്നില്ല. ഇതെല്ലാം എല്ലാ പ്ലാന്റുകൾക്കും ചെടികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല ചെടിയല്ലേ ഇത്, പച്ചയും വെള്ളയും ഒക്കെ കൂടി ഇങ്ങനെ വരുന്നത്. പിന്നെ പാമ്പിനെ പോലെയൊക്കെ ഇരിക്കുകയും ചെയ്യും. പാമ്പ് ചെടി എന്ന് പറയും, സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും.
മദർ ഇൻ ലോസ് ടങ്. അതെന്തുകൊണ്ടത് ഇതിൻ്റെ കൂർത്തിരിക്കുന്നത് കൊണ്ടാണോ മദർ ഇൻ ലോസ് ടങ്? ഇപ്പോഴൊക്കെ മദർ ഇൻ ലോസ് ടങ് എന്നൊക്കെ പറയേണ്ട കാര്യം വരുന്നില്ല, കാലം മാറിയില്ലേ. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല. അല്ലെങ്കിൽ നല്ലത് ഉള്ളത് കൊണ്ടായിരിക്കും. മദർ ഇൻ ലോസ് നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നാക്കിൻ്റെ നീളം കൊണ്ടോ എന്താണോ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് കൂടി നട്ടു വളർത്താം. ഇതെല്ലാം പ്രകൃതിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക, പ്രകൃതിയെ സ്നേഹിക്കുക. ഞാനെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം. പ്രകൃതിയായിട്ട് ഇണങ്ങുക. ഏതായാലും ഈ ചെടിയൊക്കെ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് വളർത്താൻ പറ്റിയതല്ലേ. അധികം വെള്ളം ഒഴിക്കുകയും വേണ്ട, എവിടെയെങ്കിലുമൊക്കെ അത് വളർന്നോളും. അപ്പോൾ നിങ്ങളതിനെ നട്ടു വളർത്തുക. കാണാനും ഭംഗിയാണ്. സ്നേക്കിൻ്റെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും നല്ല രസമില്ലേ. 2 സൈഡിൽ 2 കളറും നടുക്കരുണ്ണവും അതുപോലെ പച്ചയാണെങ്കിൽ ഇതിൻ്റെ ധാരാളം വെറൈറ്റി ഉണ്ട് കേട്ടോ. കൊച്ചു ടൈപ്പൊക്കെ ഉണ്ട്, അധികം നീളമില്ലാത്ത ഇരിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നട്ടു വളർത്തുക, ഇഷ്ടപ്പെടുക, ഇതിൻ്റെ പേരറിഞ്ഞിരിക്കുക. ഞാൻ ബൊട്ടാണിക്കൽ നെയിം എഴുതുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമാവുമല്ലോ, നോക്കി നടക്കണ്ട. അപ്പോൾ ഏകദേശം ഒരു ചെറിയ വിവരണം മാത്രമേ നൽകിയിട്ടുള്ളൂ. ധാരാളം കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. എങ്കിലും അത് നിർത്തുന്നു. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ.